മറ്റുള്ളവരെ പോലെ നടക്കാതെ, മറ്റുള്ളവരെ പോലെ സംസാരിക്കാതെ, മറ്റുള്ളവരെ പോലെ ചെറിയ കാര്യങ്ങൾക്കൊന്നും പെടാതെ സ്വർഗീയ സ്ഥലത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പടയ്ക്ക് ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളി ജീവിത കാര്യങ്ങളിൽ, ഡേ ടു ഡേ അഫയർസിൽ കുടുങ്ങിപ്പോകത്തില്ല. വലിയ കാര്യത്തിനാണ് വിളിച്ചിരിക്കുന്നത്. ഒരു അപ്പോസ്തലനായി, പ്രവാചകനായി, രാജ്യത്തിന്റെ ഭരണകർത്താക്കളായി ആധിപത്യം അവന്റെ തോളിലിരിക്കും. യേശുവിന്റെ തോളിലാണ് ഗവൺമെന്റ് ഇരിക്കുന്നതെന്ന് വചനം പറയാം. ആൻഡ് ദ ഗവൺമെന്റ് വിൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ഹിസ് ഷോൾഡർ എന്ന് പറയുന്നത് എന്താ? കർത്താവിന്റെ സഭ, ശരീരമാകുന്ന സഭ. നിങ്ങളുടെ വാക്കുകൾ ഗതികൾ മാറ്റും പലരുടെയും. അതുകൊണ്ടാ ദാനിയേൽ പ്രവാചകൻ പറയുന്നത്, പലരെയും ഉയർത്താനും താക്കാനും നിങ്ങളുടെ വാക്ക്. ആ കാലഘട്ടത്തിലേക്ക്, ആ സീരിയസ്നെസ്സിലേക്ക് സഭ എഴുന്നേൽക്കുക. എഴുന്നേൽക്കുന്നത് എവിടെയാണ് വ്യത്യാസമുണ്ടാകുന്നത്? ചിന്തിക്കുന്നതും പറയുന്നതും മാറണം. ഞാൻ ക്രിസ്തുയേശുവിൽ പുതിയ സൃഷ്ടിയെ. പഴയത് കഴിഞ്ഞു പോയി. ദാ സകലതും പുതിയതായിരിക്കും. സകലതും എന്ന് പറയുമ്പോൾ നടപ്പ്, സംസാരം, ചിന്തനകൾ, വായിലെ വാക്കുകൾ.